എന്ന് തീരും ഈ ദുരിതം എന്ന് ദയനീയാവസ്ഥയോടെ പറയുന്നവരുണ്ട്. ദേശീയപാത അണ്ടത്തോട് സർവീസ് റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തെ തുടർന്നാണ് പുറത്തിറങ്ങാൻ കഴിയാതെ നാട്ടുകാർ ബുദ്ധിമുട്ടിലാകുന്നത്. ഇമ്പിച്ചിബാവ റോഡ് സെന്റർ മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള ഭാഗം മുഴുവൻ ആഴ്ചകളായി പൊളിച്ചിട്ടിരിക്കുകയാണ്. വലിയ അപകടക്കുഴികളും റോഡിലെ ഗതാഗതക്കുരുക്കും പൊടിയും കാരണം യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലാണ്. അണ്ടത്തോട് അടിപ്പാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് കാന നിർമ്മാണമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള വീതി മാത്രമാണ് റോഡിനുള്ളത്. ബാക്കി ഭാഗം അത്രയും പൊളിച്ചിട്ടിരിക്കുകയാണ്. എതിർദിശകളിൽ നിന്ന് ഒരേ സമയം വാഹനങ്ങൾ വന്നാൽ ഗതാഗതം തടസ്സപ്പെടും. വലിയ വാഹനങ്ങളും ലോറികളും അടിപ്പാതയിലൂടെ മറുഭാഗത്തെ സർവീസ് റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടെ കാന സർവീസ് റോഡ് പണി തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും എവിടെയും എത്തിയിട്ടില്ല. വല്ലപ്പോഴും മാത്രമേ പണിക്കാർ ഉണ്ടാകുന്ന സാഹചര്യമുള്ളൂ. തൊഴിലാളികളുടെ എണ്ണവും വളരെ കുറവാണ്. നിർമ്മിച്ച ഭാഗങ്ങൾ പൊളിക്കലും വീണ്ടും പണിയിലുമാണ് പ്രധാനപ്പെട്ട പരിപാടി. പണി നിരീക്ഷിക്കാൻ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരോ കരാർ കമ്പനി ജീവനക്കാരോ ഉണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനാൽ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സർവീസ് റോഡിലെ കാന കനോലി കനാലുമായി ബന്ധിപ്പിക്കുന്ന പണിയാണ് അടിപ്പാതയ്ക്ക് സമീപം നടക്കുന്നത്. ഇവിടെ സർവീസ് റോഡിലെ വെള്ളം പോകാൻ 2 കോൺക്രീറ്റ് പൈപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മഴക്കാലത്തെ വെള്ളം ഒഴുകിപ്പോകാൻ പൈപ്പ് മതിയാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഭൂനിരപ്പ് തിട്ടപ്പെടുത്തിയല്ല സർവീസ് റോഡും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനാൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.